വൈറ്റ് കുറുമ അല്ലെങ്കിൽ വെള്ളൈക്കുറുമ തയ്യാറാക്കിയാലോ. അപ്പൊ ഇതൊരു തമിഴ്നാട് സ്റ്റൈൽ ഡിഷാണ്. പ്രത്യേകിച്ച് ശരവണ ഭവൻ അതുപോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും ഈ ഒരു വൈറ്റ് കുറുമ. ഇത് ഒരുവിധം എല്ലാ സംഭവങ്ങളുടെയും കൂടെ നല്ല കോമ്പിനേഷനാണ്. പൊറോട്ട, ചപ്പാത്തി, പൂരി, അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടി നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പൊ ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കണേ നോക്കാം. നമുക്കപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളക്കുറുമ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മസാല പേസ്റ്റ് തയ്യാറാക്കണം. ഞാനിവിടെ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് നാളികേരം ചെരുകിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം, പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ പോപ്പി സീഡ്സ് എന്നൊക്കെ പറയില്ലേ, അതായത് നമ്മുടെ നാട്ടിൽ കശകശ എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം, കസ്കസ് എന്നൊക്കെ പറയും. പിന്നെ ഒരു 10 കാഷ്നട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ഏലക്കായ, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഈ ഒരു നാളികേരവും ബാക്കി കാര്യങ്ങളൊക്കെ കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് മാറ്റിയെടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പം ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ 1 ബേ ലീഫ്, പിന്നെ കൽപ്പാശിയാണ് ഇട്ട് കൊടുക്കണത്. ഇതുപോലെ 2 കഷ്ണം ഉണ്ടോ. ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, 2 ഏലക്കായ, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ഹോൾ സ്പൈസസിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഈ ഒരു എണ്ണയിലേക്ക് നന്നായിട്ട് തന്നെ വരട്ടെ. ഇത് മതി കേട്ടോ. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു വലിയ സവോള ഇതുപോലെ നല്ല ചെറുതായിട്ട് മുറിച്ചതാണ്. പിന്നെ ഒരു 3 പച്ചമുളക് ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നുണ്ട്. ഇതിൽ പെരുവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ. ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, അതിന് ഞാൻ 3 എണ്ണം ചേർക്കണത്. അല്ലെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി സവോള ഒന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി, ഓവറായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ സവോളയും ആവശ്യത്തിന് തന്നെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതിയാ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്രീൻ പീസ് 1 കപ്പ് അളവിൽ. ഇതിപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസാണ്, ഫ്രോസൺ അല്ലെങ്കിൽ ഫ്രഷ് എടുക്കാട്ടോ നിങ്ങൾക്ക്. പിന്നെ 1 കപ്പ് അളവിൽ കോളിഫ്ലവറും ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് അളവിൽ ഫ്രഞ്ച് ബീൻസ്, ഉരുളക്കിഴങ്ങ് 1 കപ്പ്, അതായത് 1 ഉരുളക്കിഴങ്ങ്, അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വലിയ ക്യാരറ്റ്, ഇതാണെങ്കിലും 1/2 കപ്പ് അളവിലാണ് ക്യാരറ്റ് എടുത്തിരിക്കുന്നത് കേട്ടോ. ബീൻസ് എടുത്തിരിക്കുന്നത് 1/4 കപ്പ്, ഞാൻ പറഞ്ഞുള്ളൂ, ഒരു 10 ബീൻസ് മുറിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ വേവിനനുസരിച്ച് ഈ വെജിറ്റബിൾസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. ഈ കോളിഫ്ലവർ ഞാൻ ചേർക്കണത് കുറച്ച് സമയം വെള്ളത്തിൽ, അതായത് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വെച്ചിട്ട് ഒന്ന് ഊറ്റിയെടുത്ത കോളിഫ്ലവറാണ് കേട്ടോ. അല്ലെങ്കിൽ പുഴു അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. കോളിഫ്ലവർ ഒന്ന് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഫ്രഞ്ച് ബീൻസ് ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പോൾ ഏതെങ്കിലും പച്ചക്കറികളില്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഗ്രീൻ പീസ്, ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ചതച്ചേർത്തതാണ് കേട്ടോ, 1 ടേബിൾ സ്പൂൺ അളവിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന്
അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. തുറന്ന് നോക്കാം. ഇതിലേക്ക് ഇനി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അളവിൽ വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തീ കുറച്ച് വയ്ക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലത്തെ വെള്ളം ഒരു ഇതൊന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടല്ലേ ഇരിക്കണത്. കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം കേട്ടോ നമുക്കിതിലേക്ക്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിലിപ്പോൾ ഉപ്പ് കുറവാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം തീ കുറച്ചിട്ടൊരു 10 മിനിറ്റോളം സമയം ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് ഇതുപോലെ അങ്ങോട്ട് കുറുകി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അവസാനം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളക്കുറുമ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. തയ്യാറാക്കി നോക്കുക. നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമ റെസിപ്പിയാണത്. അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.